എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷം തീരാൻ പോവാണ്. ശരിക്കും ഡിസംബർ 1 മുതലുള്ള ആഘോഷ പരിപാടികളായിരുന്നു. ഫ്രണ്ട്സ് മൊത്ത് ക്രിസ്മസ് ഷോപ്പിംഗ്, അത് കഴിഞ്ഞ് പള്ളിയുടെ അസോസിയേഷൻ്റെ ഒക്കെ കരോൾ ഗാനം. ഇന്നിപ്പോൾ ഞങ്ങൾ കോവൻട്രിയിലേക്ക് പോവാണ്. കോവൻട്രിയിലെ പ്ലാൻ മേക്കേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ജിങ്കിൾ മിങ്കിൾ, ഏതാണ്ട് 150-ൽ പരം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് UK-ലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഒരു ക്രിസ്മസ് പ്രോഗ്രാമാണ്. പരിപാടി കണ്ടക്ട് ചെയ്യുന്ന പ്ലാൻ മേക്കേഴ്സാണ്. അതുപോലെ തന്നെ ഐഡിയലിസ്റ്റ് ഫിനാൻഷ്യൽ സർവീസാണ്. UK-ലെ ലീഡിംഗ് മോർഗേജ് ആൻഡ് ഇൻഷുറൻസ് കമ്പനിയായ ഐഡിയലിസ്റ്റ് ഫിനാൻഷ്യൽ സർവീസാണ് നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ഈ പരിപാടിയുടെ. അപ്പം ഈ പരിപാടി നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് കോവൻട്രിയിലുള്ള ടിഫിൻ ബോക്സിൽ വെച്ചാണ്. ടിഫിൻ ബോക്സിലെ ഷെഫ് ജോമോൻ്റെ ഒരു അടിപൊളി ക്രിസ്മസ് സദ്യയാണ് ശരിക്കും ഇതിന് അദ്ദേഹം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് നോക്കാം ഈ പരിപാടി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം ജിങ്കിൾ മിങ്കിൾ 2024. நெஞ்சம் சொன்னதே முன்பேவாய் நம்பிவா உயிரேவா உயிரேவா நம்பிவாய் நம்பிவா பூப்புவாய் பூப்புவாய். എൻ്റെ പേര് ആകാശ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു പരിപാടിക്ക് പോകുന്നത്. വളരെ റീസെൻ്റ്ലി വീഡിയോ ചെയ്ത് തുടങ്ങിയ ഒരാളാണ്. ഞാനൊരു 4 months ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. എനിക്കിതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. പക്ഷെ എല്ലാവരും വീഡിയോ കാണുന്നതിലും വരുമ്പോഴത്തേക്ക് സംസാരിക്കുന്നതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണണമെന്ന് വിചാരിച്ച് ഞാൻ പോകുന്നതാണ്. ആദ്യമായിട്ടാണ് ക്രിസ്മസിന് ഒരു സദ്യ എടുത്തത്. ജോമോൻ്റെ അടിപൊളി സദ്യയാണ് ശരിക്കും. അതിൻ്റെ പ്രിപ്പറേഷൻ ഇന്നലെ വൈകിട്ട് ജോമൻ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലോട്ടുള്ള കഷ്ടപ്പാടാണ് അവരുടെ ടീമിന് ഈ സദ്യ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഓണത്തിൻ്റെ സദ്യ ഉണ്ടാക്കുമ്പോൾ ഇത്രയും പാടില്ല. ശരിക്കും പുളിശ്ശേരി കഴിച്ചില്ല, പുള്ളി പരിപ്പ് കൊടുത്തില്ല. പുളിശ്ശേരി ഉണ്ട് ആദ്യമായിട്ടോ. എങ്ങനെയുണ്ട്? ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സെർവ് ചെയ്യുന്നത്. നമുക്ക് പണ്ട് ഈ ഫൈൻ ഡൈനിങ് മാത്രം ഉണ്ടായിരുന്നു. തലേ കൂടെ വന്നപ്പോൾ എങ്ങനെ സാധനം പിടിച്ചോളി എല്ലാം അറിഞ്ഞിരിക്കണം. ഈ ഒരു കൺസെപ്റ്റ് ഇല്ല. ക്രിസ്മസ് ആരെങ്കിലും ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് കൊടുക്കണം.
ഒക്കെ അടിപൊളി പ്രോഗ്രാമായിരുന്നു. ആൻഡ് 150 കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പങ്കെടുത്ത ഒരു പ്രോഗ്രാം. എല്ലാവരും കാണാനും ഒക്കെ സാധിച്ചു. ഷെഫ് ജോമോൻ്റെ ക്രിസ്മസ് സദ്യ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ജോമോന് സദ്യ വിളമ്പി കൊടുക്കാനും സാധിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് മോട്ടോർ സർവീസിന് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ.